എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 14-ന്റെ 22 മുതൽ 25 വരെ. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടയിൽ കയറി. തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവിടെ അടുക്കൽ വന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. തനിക്ക് മുൻപായി ശിഷ്യന്മാർ അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിച്ചു. ഈ സമയത്ത് കർത്താവ് പുരുഷാരത്തെ പറഞ്ഞ് വിടുകയായിരുന്നു എന്ന് രേഖപ്പെടുത്തുന്നു. ഇതേ സംഭവം മർക്കോസ് 6-ാം അധ്യായത്തിലും യോഹന്നാൻ 6-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. യേശു തനിയെ മലയിൽ പോകുവാനുള്ള കാരണം യോഹന്നാൻ പറയുന്നുണ്ട്. അതായത് ജനം വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഉത്സാഹിക്കുന്നതായി അവൻ അറിഞ്ഞിരുന്നു. ചരിത്രം പറയുന്നത് യൂദാ ഇസ്കരിയാത്തോ ഈ ഒരു സമയത്താണ് കർത്താവിൻ്റെ ശിഷ്യനായി വരാൻ ആഗ്രഹിച്ചത്. പല വിധത്തിലും റോമാ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് പാലസ്തീനെ മോചിപ്പിക്കാൻ പരിശ്രമിച്ച ഒരു പോരാളി എന്ന നിലയിൽ തങ്ങളുടെ പോരാട്ടങ്ങൾ നിഷ്ഫലമാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ സമയത്ത് കർത്താവിൻ്റെ ശക്തി കണ്ട് കർത്താവിൻ്റെ ശിഷ്യനാകാൻ അവൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് പിടിച്ച് രാജാവാക്കുവാൻ ഉത്സാഹിക്കുന്നു എന്ന് രേഖപ്പെടുത്തുന്നത്. ഭക്ഷണ പ്രശ്നം തികച്ചും വിജയകരമായി പരിഹരിക്കാൻ യേശു മതിയായവനാണെന്ന് സർവ്വജനത്തിനും ബോധ്യമായി. ഈ ഒരു സമയത്ത് അവൻ രാജാവാകുന്നത് ഈ ആളുകൾ താല്പര്യപ്പെട്ടതിലൊന്നും നമുക്ക് അതിശയിക്കാൻ സാധിക്കില്ല. കാരണം ഒരു അമാനുഷികമായ ശക്തി കർത്താവിനുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ആളുകളാണ് അവനെ രാജാവാക്കാൻ, അതായത് റോമാ സാമ്രാജ്യത്തിൽ നിന്ന് യഹൂദ ജനത്തെ വിടുവിക്കാൻ ശക്തനായ ഒരാൾ എന്ന നിലയിലാണ് കർത്താവിനെ രാജാവാക്കാൻ അവർ ശ്രമിക്കുന്നത്. താൻ രാജാവാണെങ്കിലും തൻ്റെ രാജ്യം അപ്പോൾ ഐഹികമല്ലെന്നും തൻ്റെ ലക്ഷ്യം അവരുടെ പാപ പരിഹാര പ്രവൃത്തിയാണെന്നും യേശു അറിഞ്ഞിരുന്നതുകൊണ്ട് ഒരു ഭൗമിക രാജ്യത്വത്തിന് വേണ്ടി കർത്താവ് ശ്രമിക്കുന്നില്ല. 24-ാം വാക്യത്തിൽ ശിഷ്യന്മാർ യാത്ര ചെയ്യുന്ന പടക് നടുക്കടലിൽ തിരമാലകളാൽ അലയാൻ തുടങ്ങി. കാറ്റ് വിപരീതമായി. ഈ സമയത്ത് കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മലയിൽ കഴിയുകയാണ്. സമയം രാത്രി, കാറ്റും കടലും ക്ഷോഭിച്ചിരിക്കുന്ന സമയം. കർത്താവ് കൂടെ ഇല്ലെങ്കിൽ അവർ വളരെ അന്താളിക്കാൻ ഉള്ള ഒരു രംഗമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അല്പസമയം മുൻപേ രാജാവാക്കുവാൻ തങ്ങൾ ആരെ യോഗ്യനായി കണ്ടുവോ അവനിപ്പോൾ എവിടെയെന്ന് പോലും തങ്ങളുടെ പ്രാണഭയത്തിൻ്റെ രംഗത്ത് അവർക്ക് ഒട്ടും നിശ്ചയമില്ല. അവൻ എവിടെയെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും അവൻ എവിടെ, ഏത് നിലയിൽ എന്നത്, അതായത് ശിഷ്യന്മാർ എങ്ങനെയാണ് എന്നത് കർത്താവ് തിരിച്ചറിയുന്നു. അപ്പം തിന്നാൻ മാത്രമല്ല, ദൈവമക്കൾ വിഷമതകളെ നേരിടാനും അഭ്യസിക്കേണ്ടിയിരിക്കുന്നു എന്നത് ഇതിലെ ഒരു പാഠമാണ്. അവർ 25-30 ഫർലോങ് കരയിൽ നിന്നും അകലെയായിരുന്നു. അവിടെ വലിയ കാറ്റുണ്ടായി. യേശു മലയിൽ, അതായത് ഉയരത്തിലാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എതിർപ്പുകളെ അതിജീവിക്കാനുള്ള ശക്തി അവരെ പ്രാപിക്കാനുണ്ട് എന്ന് കർത്താവിനറിയാം. നമ്മുടെയൊക്കെ ജീവിതത്തിലും മാനുഷികമായി അസാധ്യം എന്ന് തോന്നുന്ന പ്രതികൂലതകളുടെ മധ്യത്തിൽ
നമുക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു, നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു. അങ്ങനെ ഒരു രംഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. രാത്രിയിലെ 4-ാം യാമത്തിൽ യേശു കടലിന്മേൽ നടന്നു അവരുടെ അടുക്കൽ ചെന്നു. റോമാക്കാർക്ക് പട്ടാളം തവണ മാറുന്നതിന് 4 യാമങ്ങളുണ്ടായിരുന്നു. സൂര്യാസ്തമയം മുതൽ ഓരോ 3 മണിക്കൂറും ഓരോ യാമമാണ്. ചിലർ ഈ യാമങ്ങളെ സന്ധ്യായാമം, അർദ്ധരാത്രി യാമം, കോഴി കൂവുന്ന യാമം, പ്രഭാതയാമം, ഇങ്ങനെയൊക്കെ പേര് പറഞ്ഞു. മർത്തായി 14-ാം അധ്യായത്തിലും മർക്കോസ് 6-ാം അധ്യായത്തിലും ലൂക്കോസ് 12-ാം അധ്യായത്തിലും ഒക്കെ അതിൻ്റെ സൂചനകളുണ്ട്. അപ്പോൾ ഏത് യാമത്തിലും കർത്താവ് നമ്മുടെ അരികെ വരാൻ തയ്യാറാണ്. നമ്മുടെ പ്രതികൂലതകളിൽ, പ്രതിസന്ധികളിൽ, ഉത്തരം കിട്ടാത്ത ബുദ്ധിമുട്ടുകളിലൊക്കെ, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ കർത്താവ് നമ്മോട് ചേർന്ന് വരുന്ന ദൈവമാണ്. ആ ദൈവത്തെ തിരിച്ചറിയാൻ, ചേർത്ത് നിർത്താൻ, ധൈര്യമായി ജീവിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയപിതാവേ, മനോഹരമായ പുതിയ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകിയത് ഓർത്ത് ഞങ്ങളെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും കാറ്റും തിരമാലയും ഞങ്ങളുടെ ജീവിത നൗകയെ വല്ലാതെ അലോസരപ്പെടുത്തുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ നേരെ ഞങ്ങൾക്ക് വേണ്ടി നടന്ന് വരുന്ന ദൈവമെന്ന് തിരിച്ചറിയുന്നു. ഇന്നത്തെ പകൽക്കാലം, പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിപ്പാൻ അവിടുന്ന് കൂടെയുണ്ട് എന്ന ധൈര്യത്തോടെ പകലിൻ്റെ സാധ്യതകളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു. കരം പിടിച്ച് അവിടുന്ന് ഒപ്പമുണ്ടാകണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞങ്ങളെ കാത്തുകൊള്ളണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കരുണയും സാന്നിധ്യവും ധൈര്യവും നമ്മോടുകൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.